وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب يسر ولا تعسر رب زدنا علما وحلما وأدبا كاملا رب تمم بالخير والسعادة وبك نستعين الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് കൊണ്ട് വളരെ പുണ്യം നിറഞ്ഞ ഇൽമിന്റെ മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് തൗഫീഖായി നൽകിയ അല്ലാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. ദീന് പഠിക്കുന്നതിന്റെ പ്രാധാന്യം പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കും, ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചാളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടൊന്നും ഒരു നിരാശയും ഹക്കിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ ഹക്കിന്റെ ആളുകൾ എന്നും കുറവായിരിക്കും, അതിൽ സംശയമല്ല. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുകയുണ്ടായി. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, കുറെ ആളുകളെ, ബാത്തിലിന്റെ ആളുകൾ കുറെ ഉണ്ടാവും, അത് കണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞത് കാണാം, ഇയ്യാക അൻ തഗ്തറ ബിമാ യഗ്തറു ബിഹിൽ ജാഹിലൂൻ. വിവരമില്ലാത്ത കുറെ ജാഹിലീങ്ങളെ അവർ വഞ്ചിതരായ ഒരു കാര്യം കണ്ട് അതുകൊണ്ട് നീ വഞ്ചിതരായി പോകണ്ട. എന്താ കാരണം എന്നറിയോ? ഖാലു, അവർ പറയുന്ന, അവരെന്താ പറയാ, ലൗ കാന ഹൗലാഇ അലാ ഹഖ്ഖിൻ. ഈ കൂട്ടർ അഥവാ ഹക്കിന്റെ ആളെ കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ പറയും, ഈ കൂട്ടർ ഹക്കിന്റെ ആളുകളായിരുന്നുവെങ്കിൽ ലം യകൂനു അഖല്ലന്നാസി അദദ. ജനങ്ങളുടെ കൂട്ടത്തിൽ അവരെന്താവൂല, എണ്ണത്തിന്റെ വിഷയത്തിൽ കുറവാകുമായിരുന്നില്ലല്ലോ. ഒരു സത്യത്തിന്റെ ആളുകളായിരുന്നെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ കുറെ വേണ്ടായിരുന്നോ? അതുകൊണ്ട് ഇവര് ഹക്കിന്റെ ആളുകളാന്ന് പറയാൻ പറ്റില്ല എന്ന് ജാഹിലീങ്ങൾ പറയും. അത് കണ്ടിങ്ങി എന്താവണ്ട, പേടിക്കണ്ട, വഞ്ചിതനാവണ്ട. ഫഅലം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, ഫഅലം, നീ അറിഞ്ഞോ, ഈ ആളുകളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ നാ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞത് കാണാൻ പറ്റും, ഫമന്നാസു ഇല്ലാ അഹ്ലുൽ ഹഖ് ന. യഥാർത്ഥ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹക്കിന്റെ ആളുകളാണ്. അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും ശരി, എണ്ണത്തിൽ കുറവാണെങ്കിലും ശരി, യഥാർത്ഥ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹക്കിന്റെ ആളുകളാണ്. അവർ എത്ര കുറവായാലും ശരി. എന്നിട്ട് ഈ ഹക്കിന്റെ ആളുകൾ അല്ലാത്തവരെ യഥാർത്ഥ ഒരു ജനം, ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല അവരെ കുറിച്ച് പറഞ്ഞത്, അവർ മുശബ്ബഹൂന ബിന്നാസ് എന്നാ പറഞ്ഞത്. അന്നാസ് പറഞ്ഞ മുശബ്ബഹൂന ബിന്നാസ് വലൈസു ബിനാസ്ന. ജനങ്ങളോട് സാദൃശ്യപ്പെടുന്ന ഒരു വർഗമായിട്ടേ കാണാൻ പറ്റൂ. യഥാർത്ഥ ജനങ്ങൾ എന്ന് ആരെ കുറിച്ച് പറയാൻ പറ്റില്ല? ഹക്കിന്റെ ആളുകളല്ലാത്തവരെ കുറിച്ച് പറയാൻ പറ്റൂല. കാരണം ഹക്കിന്റെ ആളുകളെ കുറിച്ച് യഥാർത്ഥ ജനങ്ങൾ, അന്നാസ് ഫമന്നാസു ഇല്ലാ അഹ്ലുൽ ഹഖ്, യഥാർത്ഥ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹക്കിന്റെ ആളുകളാണ്. അപ്പൊ അത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞത് വലിയൊരു അർത്ഥവത്തായ ഒരു വാക്കാണ്. എന്നും ഹക്കിന്റെ ആളുകൾ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അത് കണ്ട് നമ്മളെന്താവണ്ട, നമ്മൾ ബേജാറാവേണ്ട കാര്യമല്ല. ഖിയാമത്ത് നാൾ അടുക്കും തോറും ബാത്തിലിന്റെ ആളുകളായിരിക്കും എന്നും കൂടുതലുണ്ടാവുക, അതിന് സംശയമൊന്നുമില്ല. ഇനി നമ്മൾ ഹക്ക് പറയാൻ നിന്നാലും ആ ഹക്കിനെ അംഗീകരിക്കുന്നവരെക്കാളും കൂടുതലാണ് ഉണ്ടാവുക ഹക്കിനെ ധിക്കരിക്കുന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും നമുക്കത് ആള് കുറവ് എന്നത് നമുക്കൊരു വിഷയമല്ല. നമുക്ക് ഒരാളായാലും നമ്മൾ ഇൽമ് പഠിക്കുക എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും അതിലിപ്പോ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളുകളാവണം. എപ്പോഴെങ്കിലും അല്ലെ ഈ ആഴ്ചയിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് മാത്രം ഒതുക്കരുത്. അതിനപ്പുറം പ്രധാനപ്പെട്ട നമ്മുടെ ഭാഷ, നമ്മുടെ ഇൽമിനെ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന അടിസ്ഥാനം എന്താണ്? അറബി ഭാഷയാണ്. അത് നമ്മൾ പഠിക്കാൻ സൗകര്യം കണ്ടെത്തണം. അതിന് ചാനലുകളുണ്ട്. അതല്ലാതെ ഡയറക്റ്റ് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കണം. കാരണം ഖുർആന്റെ ഭാഷ അറബിയാണല്ലോ. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഇൽമിന്റെ ഓരോ ഖുർആനിൻ്റെതായാലും ഹദീസിൻ്റെതായാലും അതിന്റെ ആ ഒരു വില ശരിക്കും നമുക്ക് പഠിക്കാനും എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലേ പിന്നെ ആളുകൾ ഫിത്ന ഉണ്ടാക്കുന്ന കാലത്തോളം ഹക്കും ബാത്തിലും മനസ്സിലാവാതെ എന്നും ആരെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ പോണ്ടി വരും. നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഖുർആന്റെ ഭാഷ ഹദീസ് നമ്മൾ പഠിച്ചാൽ ആലിമീങ്ങളൊക്കെ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ പറ്റൂ. എന്ത് ഫിത്നകൾ വന്നാലും ആലിമീങ്ങളെ, ലോകത്തറിയപ്പെട്ട ആലിമീങ്ങളുടെ അവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അല്ലെ നാട്ടിലുള്ള ആളുകൾ എങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ സൂറത്താണ്, എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ഏതാ? സൂറത്തു ശർഹ്, അലം നശ്റഹ് ലക സദ്റക എന്ന ചെറിയ സൂറത്താണ്. ഈ സൂറത്തിൽ അടങ്ങിയ വലിയ 10 അടിസ്ഥാന കാര്യങ്ങൾ, അഥവാ നമ്മുടെ ജീവിതത്തിൽ, ഈ ദുനിയവിയായ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട സൗഭാഗ്യം, നമ്മുടെ ഈ ദുനിയവിയായ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? സൗഭാഗ്യമാണ്. സൗഭാഗ്യമല്ലേ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ഈ സൗഭാഗ്യം നേടിയെടുക്കാനുള്ള 10 കാര്യങ്ങൾ ഈ ചെറിയ സൂറത്തിലുണ്ട്. ഒരു പക്ഷെ നമ്മളൊന്നും ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഖുർആൻ പഠിക്കുക എന്നുള്ളതാണല്ലോ, കേവലം തിലാവത്തിന് വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. മറിച്ച് ഖുർആൻ വെറുതെ ഇങ്ങനെ പാരായണം ചെയ്യാനാണോ? അല്ല, അതുകൊണ്ടൊരു ഫായിദ ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്താൽ ഈമാൻ വർദ്ധിക്കൂല. ഈമാൻ വർദ്ധിക്കാനുള്ള വലിയൊരു കാരണം എന്താ? ഖുർആൻ അർത്ഥസഹിതം പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ അള്ളാഹു ഓരോന്ന് പറയുമ്പോൾ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ, ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ സാന്ദർഭികമായി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അങ്ങനെ നമ്മുടെ മനസ്സിൽ ഈമാൻ ഉണ്ടാവാനും അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ, ഇപ്പൊ ഏതൊരു ഫന്നും, ദുനിയാവിന്റെ ഏതൊരു ഫന്നും കാര്യം മനസ്സിലാക്കാതെ വെറുതെ വായിച്ചിട്ട് കാര്യമുണ്ടോ? അത് മെഡിക്കൽ ഏതാവട്ടെ, ഏതൊരു ഫന്നായാലും, ദുനിയാവിന്റെ ഏതൊരു ഫന്നായാലും വെറുതെ അങ്ങനെ കേട്ടതുകൊണ്ട് കാര്യമുണ്ടോ? വെറുതെ വായിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതെന്താണ് വെച്ചാൽ, ഇപ്പോ ഒരു ഡോക്ടറിന് പഠിക്കുന്ന ആളാണെങ്കിൽ ആ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതിലെന്താണ് പറയുന്നത് കാര്യം മനസ്സിലാക്കണ്ടേ? വെറുതെ അങ്ങനെ വായിച്ചു കൂട്ടി കാര്യമില്ലല്ലോ. ഇംഗ്ലീഷിലാണുള്ളത്, ഇങ്ങനെ അങ്ങോട്ട് വായിക്കുന്നേ, ഇതെന്താ പറയുന്നതെന്ന് അറിയില്ല, വല്ല കാര്യമുണ്ടോ? ഓൻ ഡോക്ടറുടെ പണിക്ക് എന്തുണ്ടാവും? വലിയ പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പൊ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ദുനിയാവിന്റെ വിഷയം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായ, നമ്മുടെ ജീവിത വഴികാട്ടിയായ ഖുർആന് അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ? റബ്ബ് എന്താ പറയുന്നത് മനസ്സിലാക്കാതെ? ഒരിക്കലുമില്ല. അതുകൊണ്ട് യദ്ദബ്ബറു ആയാത്തിഹി എന്ന് അള്ളാഹു പറഞ്ഞത്, ഖുർആൻ ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് ഇറക്കിയത്. പാരായണം ചെയ്താൽ കൂലിണ്ട്, പക്ഷെ അതുമേൽ മാത്രം ഒതുക്കരുത്, അതുകൊണ്ട് ഒരു ഫായിദ ഉണ്ടാവില്ല. മറിച്ച് നമ്മളിങ്ങനെ പഠിക്കണം. ഖുർആൻ ഏറ്റവും വലിയ ഇൽമ്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിലുണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും സൂറത്തു ശറഹിൽ നിന്ന് അബൂ അമ്മാർ ഷെയ്ഖ് ബാമൂസ ഹഫിദഹുല്ല, അദ്ദേഹം സൂറത്തു ശറഹിൽ നിന്ന് കുറിച്ചെടുത്തൊരു 10 സൗഭാഗ്യത്തിന്റെ അസ്ലുകളുണ്ട്. വളരെ ഭംഗിയായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് പൊതുവേ ഇപ്പൊ ആദ്യമൊക്കെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളിലായിരുന്നു പൊതുവെ ഈ ആത്മഹത്യകളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ മുസ്ലിം പേരുള്ള ആളുകളിൽ പോലും എന്താ സംഭവിക്കുന്നത്? ആത്മഹത്യകളാ. അതെന്താ? ജീവിതത്തിൽ സൗഭാഗ്യമില്ലായിട്ടാ. അത് റബ്ബിന്റെ കയ്യിൽ നിന്ന് കിട്ടണം, അത് തൗഹീദുള്ളവനെ കിട്ടൂ. അതല്ലാത്തോ നിങ്ങൾ പുറമെ എത്ര കോടികൾ ഉണ്ടായാലും ശരി, ഉള്ളു സമാധാനം ഉണ്ടാവില്ല. ഇപ്പൊ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, തിരുവനന്തപുരത്ത് ഒരു വലിയ കോളേജ് നടത്തുന്ന ഒരു മുസ്ലിം ആ പേര് വാർത്ത കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വലിയ പൈസ, വലിയ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെ നടത്തുന്ന ആളാ. തിരുവനന്തപുരത്ത് ഒരാഴ്ച അങ്ങനെ ആയിട്ട് 2 ആഴ്ച ആത്മഹത്യ ചെയ്തു. പേരെല്ലാം മുസ്ലിം പേരാ, മുസ്ലിമാണ്. എങ്ങനെയാണ് ഒരു തൗഹീദ് പഠിച്ച, സൂറത്തു ശറഹ് പഠിച്ച ഒരു മുസ്ലിമിന് ഒരിക്കലും അത് വരില്ല. സൂറത്തു ശറഹ് ചെറിയൊരു സൂറത്താ, അത് ശരിക്കും അർത്ഥസഹിതം പഠിച്ചൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് ദുനിയാവിന്റെ പ്രശ്നം വന്നാലും തരണം ചെയ്യാൻ ഒരു കഴിയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും ജീവിതം. പക്ഷെ ഇന്ന് മുസ്ലിം പേരുകളുള്ള എത്രയോ ആളുകൾ ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുറിപ്പുകളൊക്കെ അങ്ങനെ പറയും, എന്താ, ഈ ആത്മഹത്യ അല്ലാതെ വേറെ രക്ഷയുമില്ല. സുബ്ഹാനല്ലാഹ്, മുസ്ലിമിന്റെ വായിൽ നിന്ന് അങ്ങനെ വരുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ നോക്കി, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, നമ്മുടെ ഈ ജീവിതത്തിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുക, സൗഭാഗ്യം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, റാഹത്ത് ഉണ്ടാവണം, നല്ല ഇണക്കത്തോടു കൂടി ജീവിക്കണം. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ദുനിയാവിയായ ജീവിതത്തിൽ. അപ്പൊ അത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് തൗഹീദ് അത് അത്യാവശ്യമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ സൗഭാഗ്യം നേടിയെടുക്കാനുള്ള 10 അടിസ്ഥാനങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിനെ പറ്റി ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഈ സൂറത്തിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന ഹാദിഹി സൂറ മലീഅത്തും ബിൽ അമൽ, അതേപോലെ തന്നെ വമലീഅത്തും ബിത്തഫാഉൽ എന്നാണ്. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആഗ്രഹങ്ങൾ കൊണ്ടും നല്ല ശുഭ ലക്ഷണങ്ങൾ കൊണ്ടും നിറഞ്ഞ ഒരു സൂറത്താണ് ഇത്. നമ്മളൊക്കെ പാരായണം ചെയ്തിട്ടുണ്ടാവും.
ആഗ്രഹങ്ങൾ കൊണ്ട്, ശുഭ ലക്ഷണങ്ങൾ കൊണ്ട്, നല്ല ലക്ഷണങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു സൂറത്താണിത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയും, ഫഇദാ തദബ്ബറഹൽ മക്റൂബു, ജീവിതത്തിൽ പ്രയാസം ആർക്കും ദുനിയാവിൽ ചിലപ്പം വരും, അത് വരാതിരിക്കില്ല. പല നിലക്കുണ്ടാവും. സാമ്പത്തികമായി പ്രയാസം ഉണ്ടാവാം, കുടുംബത്തില് സന്താനങ്ങളിലൊക്കെ വലിയ പരീക്ഷണവും പ്രയാസങ്ങളും ഉണ്ടാവും. ഇങ്ങനെ പ്രയാസപ്പെടുന്നവൻ ഫഇദാ തദബ്ബറഹൽ മക്റൂബു വഅമില ബിഹാ, ഈ സൂറത്ത് യഥാർത്ഥ നിലക്ക് അർത്ഥം മനസ്സിലാക്കി ചിന്തിക്കുന്ന ഒരു പ്രയാസപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം, ചിന്തിക്കുകയും ചിന്തിക്കുക മാത്രം പോരാ, വഅമില ബിഹാ, ഈ സൂറത്തിൽ പറഞ്ഞതനുസരിച്ച് അവൻ ജീവിക്കുകയും പ്രാവർത്തികമായി ജീവിക്കുകയും ചെയ്താൽ ആശ സഈദൻ മസ്റൂറൻ ബിഇസ്നില്ലാഹി തആല, അബദൻ അവൻ എന്നും അള്ളാഹുവിന്റെ ഇതിനോടുകൂടി സന്തോഷവാനായി സൗഭാഗ്യവാനായി എന്നെന്നും അവന് ജീവിക്കാൻ സാധിക്കുമെന്നാണ്. ഏത് പ്രയാസം, ദുനിയാവില് എന്ത് പ്രയാസമുള്ളവനാവട്ടെ, അവൻ ഈ സൂറത്ത് ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവന് ജീവിതത്തിൽ അമലാക്കി മുന്നോട്ട് ജീവിച്ച യാതൊരു സംശയവുമില്ല, അവൻ എന്നെന്നും സന്തോഷവാനായി സൗഭാഗ്യവാനായി നിലകൊള്ളുമെന്ന് പണ്ഡിതന്മാർ ഈ സൂറത്തിനെ പറ്റി പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ഏതായാലും നമുക്കറിയാം, ഈ സൗഭാഗ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറമെ ഏതെങ്കിലും സമ്പത്ത് തൗഹീദില്ലാത്ത ആളുകളെ കാണുമ്പോൾ പലപ്പോഴും അവർ കുറെ ചിരിക്കുന്നത്, വലിയ വലിയ ആഡംബര ജീവിതം നയിക്കുന്നതൊക്കെ കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ ഖൽബിലൊരു സമാധാനം ഉണ്ടാവില്ല. അത് അള്ളാഹ് പറഞ്ഞതാ. അപ്പൊ ഖുർആനിൽ തന്നെ ഒരു യഥാർത്ഥ ഖൽബിന്റെ ഉടമയായിട്ട്, ഒരു ഹയ്യായ ജീവനുള്ള ഖൽബ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് തൗഹീദുള്ളവരെ മാത്രമാണ്. തൗഹീദ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖൽബിനെ അള്ളാഹു എങ്ങനെ പറഞ്ഞതോ, മയ്യിത്തായ ഖൽബ് എന്നാ. പുറത്തു നോക്കുമ്പോൾ ജീവനൊക്കെ ഉണ്ടാവും, പക്ഷേ മയ്യത്തിനെ പോലെയാണ്, അതിനൊരു ഫായ്ദ ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി, പലപ്പോഴും ഈ ഇങ്ങനെയുള്ള, ഞാൻ എടുത്തു പറയാതെ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഇങ്ങനെ വലിയ ഹറാമിലൂടെ ജീവിക്കുന്ന ആഡംബരമായി വലിയ കോടീശ്വരന്മാരായിരിക്കും. പക്ഷെ അങ്ങനെ എത്രയോ ആളുകൾ ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യയും പ്രശ്നങ്ങളും, ജീവിതത്തിൽ എന്നും കുടുംബ പ്രശ്നങ്ങളാണ്, ഒരു നല്ല ദാമ്പത്യം ഉണ്ടാവില്ല, എല്ലാ നിലക്കും പ്രശ്നങ്ങളായിരിക്കും. അതെന്തുകൊണ്ടാ? തൗഹീദ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും നമുക്ക് ആ 10 സൗഭാഗ്യങ്ങളെ നമ്മൾ ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം വഅമില ബിഹാ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ അമലാക്കിയ ഏതൊരു പ്രയാസം വന്നാലും അത് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അത് നമുക്ക് ഈ സൂറത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ സൂറത്തും തൊട്ട് മുമ്പുള്ള സൂറത്തും, സൂറത്തു ദുഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന സൂറത്താണ്, സംശയമല്ല. ഈ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യങ്ങളെയാണ് അല്ലാഹു എടുത്തു പറയുന്നത്. ഒന്നാമത്തെ ആയത്ത് അലം നശ്റഹ് ലക സദ്റക്. എന്താ അർത്ഥം? അലം നശ്റഹ് ലക സദ്റക്, നബിയെ താങ്കൾക്ക് താങ്കളുടെ സദ്ർ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത്, സദ്ർ എന്ന ശരിക്കും ഭാഷാർത്ഥം എന്താ? നെഞ്ചിനാണ്. പക്ഷെ ഇവിടെ സദ്റിന്റെ ഉദ്ദേശം എന്താ? ഖൽബാണ്, ഹൃദയമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാ, നബിയെ താങ്കൾക്ക് താങ്കളുടെ കൽബിനെ നാം വിശാലമാക്കി തന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു അറബിയിലെ പ്രയോഗം, നമ്മൾ മലയാളത്തില് ഈ അലം എന്ന് പറഞ്ഞാൽ നബിയെ താങ്കൾക്ക് താങ്കളുടെ കൽബിനെ വിശാലമാക്കി തന്നില്ലേ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യത്തിന്റെ രൂപമല്ല. അത് ഭാഷാപരമായി നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ മലയാളത്തിൽ തന്നെ നമ്മൾ ചോദിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടി അല്ലാതെ തന്നെ, ഇപ്പോ ഇന്നലെ ഒരുത്തന് ഉദാഹരണമായിട്ട് നമ്മൾ ഒരാൾക്ക് ഇന്നലെ നല്ല സഹായം ചെയ്തു. അപ്പൊ ഇന്ന് വീണ്ടും വന്നപ്പോ ഒന്ന് സഹായം ചോദിക്കുമ്പോൾ മലയാളത്തിൽ ചോദിക്കൂലേ, അല്ലടോ ഇന്നലെ എനിക്ക് നമ്മൾ തന്നില്ലേ എന്ന് ചോദിക്കുന്നതിനാ? മനസ്സിലാൻ വേണ്ടിയാണോ? അല്ല, എന്തിനാ? തന്നിട്ടുണ്ട് എന്നാ. അല്ലാണ്ട് നിനക്ക് ഇന്നലെ തന്നില്ല എന്ന് ചോദിക്കുന്നത് തന്നിട്ടുണ്ടോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ? അല്ലല്ല, അതാണ് അലം എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്തിഫാം, ആ ഇസ്തിഫാം അല്ല. അപ്പൊ അവിടെ എന്താ ഉദ്ദേശം? ഹൃദയം താങ്കൾക്ക് വിശാലമാക്കി തന്നു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അപ്പോ അള്ളാഹ് നൽകിയ, നമുക്കറിയാം, നബി എല്ലാ മത നിയമങ്ങളെയും ഒരു പ്രയാസവും കൂടാതെ ഉൾക്കൊള്ളാനുള്ള ഒരു കൽബാക്കി തീർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിനെ. മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അതും അതേപോലെ തന്നെ ഇസ്രായിന്റെ രാത്രിയിൽ കൽബ് പിളർത്തിയ സംഭവങ്ങളും കേട്ടിട്ടുണ്ടാവും. അതൊക്കെ പെട്ടു. അതൊക്കെ അള്ളാഹു ഏത് പ്രയാസങ്ങളെ തരണം ചെയ്യാനും അതേപോലെ മതനിയമങ്ങളെ ഏതും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഒരു മടിയും കൂടാതെ ഉൾക്കൊള്ളാനും ഉള്ള കഴിവ് ഒരു കൽബ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അത് വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ദീനിന്റെ വിഷയത്തിൽ ആളുകൾ പിറകോട്ടടിക്കുന്നത്? ദീനി വിഷയങ്ങളെ അംഗീകരിക്കാനുള്ള മടി കൊണ്ടാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള മടിയാണ്. അതോ
അപ്പൊ അത് അങ്ങനെ ഒരു മടി ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല. അത് അള്ളാഹു നൽകിയ വലിയ ഖൈറാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ അടിസ്ഥാനം, സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാം. ശൈഖ് പറയാ, ഒന്നാമത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സൗഭാഗ്യം നൽകുക, കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കോടികൾ ഉണ്ടായത് കൊണ്ട് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് എങ്ങനെ? ഇത് റബ്ബിന്റെ കരങ്ങളിലാണ്. ഒന്നാമത്തെ അസൽ എന്താണ്? യജിബു അൻ തഅലമ ഇൽമൽ യഖീൻ. ശൈഖ് പറയാ, നീ കൃത്യമായ അറിവ് നീ അറിയണം. യാ മൻ യബ്ഹസു അനിസ് സആദ, സൗഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവനെ, അന്വേഷിക്കുന്നവനെ നീ ശരിക്കും അറിയണം. ഒന്നെന്താണെന്നറിയോ? അന്ന സആദത ബിയദില്ലാഹി വഹ്ദഹു ലാ ശരീക ല. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ കരങ്ങളിലാണ്. അത് റബ്ബിന്റെ അടുക്കുന്നേ കിട്ടും. ഏതെങ്കിലും തങ്ങളെടുത്ത് പോയിട്ടോ അല്ലെ ഏതെങ്കിലും കോടീശ്വരന്റെ അടുത്ത് പോയിട്ടോ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. സൃഷ്ടികളുടെ അടുക്കൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ത്? സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് റബ്ബിന്റെ അടുക്കൽ നമുക്ക് കിട്ടണം. അതിന് കിട്ടാനുള്ള വഴി എന്താ? ആർക്കാണ് അള്ളാഹു ഇങ്ങനെ ഈ ഖൽബ് വിശാലമാക്കി കൊടുക്കുക? നമ്മൾ ശരിക്കും നമുക്ക് നമ്മളെ ഈ ഒരു അവസ്ഥ ചിന്തിക്കുമ്പോൾ, ഇപ്പൊ ഈ ചുറ്റുപാടുള്ള എറണാകുളം ജില്ലയിലെ ആളുകളെ ടൗണിൽ ഇറങ്ങിയിട്ട് ആളുകളുടെ പോയി ഇരുന്നാൽ മതി. അപ്പൊ അവരും ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം ശരിക്കും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭൂരിഭാഗം ആളുകളും തോന്നിയാസത്തിലും ഹറാമിലും തൗഹീദ് എന്താ, ദീൻ എന്താ, നിസ്കാരം എന്താ അറിയാത്തവരായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ റബ്ബൻക്ക് ഇങ്ങനത്തെ ഒരു ഖൈറ് തന്നാൽ അത് നമ്മൾ ശരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത്രയും ഫിത്നകൾ നിറഞ്ഞൊരു കാലഘട്ടത്തില് അതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഇൽമ് പഠിക്കാനും തൗഹീദുള്ള ആളുകളാവാനും പറ്റുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് റബ്ബിന് എത്ര ശുക്ർ ചെയ്താൽ നമുക്ക് മതിയാവുകയില്ല. ഈ ഒരു അവസ്ഥ ഇന്നുണ്ടായാൽ പോരാ. ഇന്നിപ്പോ ഞാനും നിങ്ങളൊക്കെ നല്ല തൗഹീദുള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മളെ പര്യവസാനം എന്താ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഈ നിലയിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. ഏതായാലും ഈ സൗഭാഗ്യം കിട്ടുക ഈ ആർക്കാണെന്ന് അറിയുമ്പോൾ, തൗഹീദുള്ള, ഈമാനുള്ള, സുന്നത്തിന്റെ ആളായി ജീവിക്കുന്ന, ഇൽമ് പഠിക്കുന്ന ആളുകൾക്കാണ് ഈ ഭാഗ്യം കിട്ടും. അല്ലാത്തവനൊന്നും ഈ ഭാഗ്യം കിട്ടൂല. അല്ലാത്തവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടൂല. പുറമങ്ങളും എങ്ങനെ കണ്ടാലും ഉള്ളിൽ അവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അതല്ല പറഞ്ഞ, പുറമെ കാണുന്ന ചെറിയ നോക്കണ്ട. അതെന്താണ്? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ പല ആത്മഹത്യയിലേക്കും പല പ്രശ്നങ്ങളിലേക്കും പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ സൗഭാഗ്യത്തിന്റെ അസലി ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഹൃദയത്തെ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു കൊടുത്തു. അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അപ്പൊ ഈ സൗഭാഗ്യം നമുക്ക് എങ്ങനെ കിട്ടും? അത് റബ്ബിന്റെ കരങ്ങളിലൂടെ കിട്ടുമെന്ന് മനസ്സിലായി. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. ആരാണ് അല്ലാഹ്? അല്ലാഹു ആണ്. നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ, കരയുന്നില്ലേ? വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. അല്ലാഹു ആണ് നമ്മെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും. അതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഖലഖ ഫീ ഇബാദിഹി അദ്ഹക വൽ ബുകാ. സൃഷ്ടികളിൽ അല്ലാഹു കരച്ചിലും അതേപോലെ ചിരിയും അള്ളാഹു പഠിച്ചു. അതേപോലെ അതിനു വേണ്ടി ഈ ചിരിക്കാനും കരയാനും വേണ്ടി പല കാരണങ്ങളെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഖൈറും ഷർറും. മനസ്സിലാവുന്നുണ്ടോ? ഖൈറുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഷർറുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യാ? അതിനെന്ത് മനസ്സിലായി? ഇതെല്ലാം പടച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഇത് ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ കരങ്ങളിലൂടെയാണ്. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെന്ത് വേണം? അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ തൗഹീദുള്ള ആളായി, ബിദ്അത്തില്ലാതെ സുന്നത്തിന്റെ ആളായി, ഇൽമ് പഠിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായോ, റബ്ബിന്റെ സഹായം ഉണ്ടാവും. സൗഭാഗ്യമായ നല്ലൊരു ജീവിതം മനസ്സമാധാനത്തോടു കൂടി മരണം വരെ ജീവിക്കാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതെവിടുന്ന് മനസ്സിലായി? ഈ ആയത്തുന്ന അലം നശ്റഹ് ലക സദ്റക്. നോക്കി അതിന്റെ പ്രാധാന്യം. നമ്മൾ ഈ ഹൃദയം കടുത്തു പോയാൽ പിന്നെ അവനോട് എന്തും പറഞ്ഞിട്ടും കാര്യമല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്യാൻ വേണ്ടി ആരുടെ അടുക്കലേക്കാ പോകുന്നത്? ഫിർഔന. ഫഖാല അന റബ്ബുകുമുൽ അഅല. വലിയ രണ്ട് തോന്നിവാസവും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അവൻ പറഞ്ഞെന്താ? ഞാനല്ലാതെ, ഖുർആനിൽ പരിചയപ്പെടുത്തിയല്ലോ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ടെന്ന്, നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ എന്നവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ട് അവൻ അടുത്ത വാക്ക് പറയുന്നു. അതേ വാക്ക് തന്നെ തഫ്സീറുകൾ പറഞ്ഞ് കാണാം. ഏതാ? നാസിഅത്തിലെ ഫഖാല അന റബ്ബുകുമുൽ അഅല. ആദ്യം പറഞ്ഞ ആ ധിക്കാരം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാ പിന്നെ ഫഖാല അന റബ്ബുകുമുൽ അഅല എന്ന് വീണ്ടവൻ പറയുന്നതെന്ന് മുഫസ്സിറുകൾ തഫ്സീറിൽ പറഞ്ഞ് കാണാം. നോക്കി. അപ്പൊ ആ ഫിറഔന്റെ അടുക്കലേക്ക് ദഅവത്ത് ചെയ്യാനാണ് ആര് പോണ്? മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ സ്വാഭാവികമായിട്ടും പല പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം?
നല്ലൊരു ഹൃദയം വേണം. അതുകൊണ്ടാണ് റബ്ബിനോട് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. എന്താ? ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി. അല്ലാഹുവേ, അവിടൊക്കെ സദ്ർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? എന്റെ കൽബിനെ അല്ലാഹു നീ വിശാലമാക്കി തരണമേ. കാരണം കൽബ്, അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ തഫ്സീറിൽ മാലിക് ഇബ്നു ദീനാർ റഹ്മഹുള്ളയുടെ വാക്ക് ഇബ്നു കസീർ റഹ്മഹുള്ള എടുത്തു കൊടുക്കുന്നത് കാണാം. മാ ദുരിബ അബ്ദും ബിഉഖൂബത്തിൻ അഅസമ മിൻ ഖസ്വത്തിൽ ഖൽബ്. ഹൃദയ കാഠിന്യത്തെക്കാളും വലിയ ഒരു ശിക്ഷ ഒരു അടിമക്ക് കിട്ടുന്നില്ല എന്നാണ്. ഒരു അടിമക്ക് വന്ന് ബാധിക്കുന്ന വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം. കാരണം എന്താ? ഹൃദയം കടുത്തു പോയാൽ, നിങ്ങൾ നോക്കി പല ആളുകളും നമ്മൾ ദീൻ പറയുമ്പോൾ പുച്ഛായിരിക്കും. ചിലർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ചിലർ ഹറാമിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹുൽ മുസ്താൻ. അതേപോലെ നമ്മൾ നിസ്കരിക്കാതെ അങ്ങനെ താന്തോന്നികളായി നടക്കുന്ന എത്ര ആളുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല, എന്തോ ഒരു പ്രയാസമില്ലാത്ത പോലെ ജീവിക്കുന്നത്. അതെന്താ? കടുത്തുപോയ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. എങ്ങനെ ഹൃദയം കടുത്തു പോകുന്നത്? തോന്നിവാസങ്ങൾ, ഹറാമുകൾ ചെയ്ത്, ദീനില്ലാതെ തൗഹീദില്ലാതെ ഹറാമുകൾ ചെയ്ത് ഹൃദയം കടുത്തു പോവുക. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം കടുത്തു പോവുക എന്ന് പറഞ്ഞത്. അതിന് ഈ ആയത്തിന്റെ തഫ്സീർ അല്ലാമ സയ്യിദ് റഹ്മഹുല്ലാ പറയാ, ഇങ്ങനെ കടുത്തുപോയ ആളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അവനെ കൊണ്ടാവൂല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ഹൃദയം കടുത്തു പോകുന്നതിൽ നിന്നും അള്ളാഹു ദുആ ചെയ്തത്. അല്ലാമ സയ്യിദ് റഹ്മഹുല്ലാ ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഫഇന്ന സ്വദ്റ ഇദാ ളാഖ. ഹൃദയം കടുത്തു പോയാൽ ലം യസ്ലുഹ് സാഹിബുഹു ലിഹിദായത്തിൽ ഖൽഖി വദഅവതിഹിം. ഹൃദയം കടുത്തു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ലം യസ്ലുഹ് സാഹിബുഹു, ആ ഹൃദയം കടുത്തുപോയ ആളെ സംബന്ധിച്ചിടത്തോളം ലിഹിദായത്തിൽ ഖൽഖി വദഅവതിഹിം, ആളുകളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാനോ അവരെ സന്മാർഗം പറഞ്ഞു കൊടുക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എന്റെ ഖൽബിനെ നീ വിശാലമാക്കി തരണേ എന്ന് ദുആ ചെയ്തത്. ഖുർആനിൽ സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞല്ലോ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആർക്കാണോ ഇസ്ലാമിലേക്ക് തന്റെ ഖൽബിനെ അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തത് അവൻ രക്ഷപ്പെട്ടു. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ റബ്ബിൽ നിന്നുള്ള ഈമാനിക പ്രകാശത്തിലായിരിക്കും അവൻ രക്ഷപ്പെടുന്ന. മനസ്സിലാവുന്നുണ്ടോ? മാലിക് ഇബ്നു ദീനാർ റഹ്മഹുള്ളയുടെ ബാക്കി ഭാഗം ഇബ്നു കസീർ റഹ്മഹുള്ള തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. വമാ ഖദിബല്ലാഹു അസ്സ വജല്ല അലാ ഖൗമിൻ ഇല്ലാ നസഅ മിൻഹുമുർ റഹ്മ. അല്ലാഹ് ഒരു ഖൗമിനോട് വെറുപ്പ്, അല്ലാഹ് ഒരു ഖൗമിനെ വെറുത്ത് കളഞ്ഞ, കോപിച്ച, അവരിൽ നിന്നും റഹ്മത്തിന് അല്ലാഹു ഊരിയെടുക്കും. പിന്നെ കടുത്ത ജനങ്ങളായിരിക്കും അവർ. ഹൃദയം കടുത്തുപോയ ഒരു റഹ്മത്തുല്ലാത്ത കാടന്മാരായിരിക്കും അവർ. തൗഹീദുള്ള ഒരാളുടെ സ്നേഹം ഒരിക്കലും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഉണ്ടാവില്ല. അത് അള്ളാഹു പറഞ്ഞ, അതിന്റെ അപ്പുറം നടക്കൂലോ. ഏറ്റവും വലിയ ഈ ദുനിയാവിൽ നമ്മൾ എത്ര അഹില്ല, എന്താണ് കൂട്ടുകാരന്മാരൊക്കെ തൗഹീദില്ലാത്ത ആളുകളൊക്കെ പരലോകത്തുമതാ ശത്രുക്കളായിരിക്കും. യഥാർത്ഥ കൂട്ടുകാരെ ഉണ്ടാവും? മുഅ്മിനായ നമ്മുടെ കൂട്ടുകാരന്മാരെ ഉണ്ടാവും. അല്ലാത്ത നമ്മൾ എങ്ങനെ പോയാൽ പുറത്ത് നമ്മൾ ഇങ്ങനെ കളിക്കുന്നതും ചെറുക്കുന്നതും സഹായിക്കുന്നുണ്ട്, ഒന്നും ഒരു കാര്യമില്ല, നിലനിൽക്കൂല, ഉള്ളിക്കാട്ട് യേശൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏതായാലും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആയത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? അത് അള്ളാന്റെ അസാദ ബിയദില്ല, അള്ളാഹുവിന്റെ കരങ്ങളിലൂടെ. അല്ലാതെ ഏതെങ്കിലും ജാറത്ത് പോയാലൊന്നും അത് കിട്ടൂല. അത് റബ്ബിന്റെ അടുക്കൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. ജീവിതത്തിൽ സൗഭാഗ്യമില്ലായിട്ട് കഷ്ടപ്പാടുണ്ടായിട്ട് ജാറത്ത് പോകുന്ന എത്ര ആളുകൾ വിവരല്ലായിട്ട്, തങ്ങന്മാരെടുത്ത് പോകുന്നുണ്ട്, മുല്യാക്കന്മാരെടുത്ത് പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, വിവരല്ലായിട്ട്. നമുക്ക് ഈ ആയത്ത് പഠിച്ചാൽ അങ്ങോട്ട് പോവോ? അലം നസ്ര, അള്ളാഹ് റസൂലിനോട് അള്ളാഹ് പറയാ, താങ്കളുടെ ഹൃദയത്തെ താങ്കൾക്ക് നാം വിശാലമാക്കി തന്നു എന്ന് റബ്ബ് പറയുമ്പോ അത് പിന്നെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇത് മനസ്സിലാക്കി തൗഹീദുള്ള ആളുകളായി ജീവിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമത്, ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന സൗഭാഗ്യമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന രണ്ടാമത്തെ തത്വം എന്ന് പറഞ്ഞാൽ അസ്സആദത്തു ഫിൽ ഖൽബി വലൈസത്ത് ഫീ ഗൈരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൗഭാഗ്യം നമുക്ക് എവിടെ വേണ്ടി? ഹൃദയത്തിലാണ്. ശൈഖ് പറയുന്നുണ്ട്, അല്ലാതെ വല്ലാഹി അല്ലാഹു ആണ് സത്യം. ശൈഖ് പറയാ, ലൈസത്തി സആദത്തു ഫിൽ മഅ്കലി വല്ലാഹി ലൈസത്തി സആദത്തു ഫിൽ മശ്റബി വല്ലാഹി ലൈസത്തി സആദത്തു ഫിൽ മൽബസ്. ശൈഖ് പറയാ, ഈ സൗഭാഗ്യം എന്ന് പറഞ്ഞാലേ കുറെ തിന്നാൻ കിട്ടുന്ന ഭക്ഷണത്തിലോ, അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയത്തിലോ, അല്ലെങ്കിൽ ഡ്രസ്സിലോ, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും അലങ്കാരത്തിലോ കിട്ടിയിട്ട് കാര്യമല്ല. ഞാൻ പറയില്ല, ചില ആളുകൾക്ക് നല്ല സമ്പത്തുള്ളവരായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവും, നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സ് ധരിക്കുന്നുണ്ടാവും,
അതേപോലെ തന്നെ ഇഷ്ടമുള്ള പാനീയം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ടൂറും പോയി അടിച്ചു ഉല്ലസിക്കാനൊക്കെ അവർക്ക് പറ്റും. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കൽബില് കിട്ടണം. കൽബ് മനസ്സമാധാനം ഉണ്ടാവണം. അത് കിട്ടണേ തൗഹീദുമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതില്ലാത്തതിന് ഉള്ളിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അത് ഹൃദയത്തിലാ കിട്ടേണ്ടത്. ഹൃദയത്തിലാണ് സൗഭാഗ്യത്തിന്റെ സ്ഥാനം. അത് കിട്ടാനുള്ള വഴി എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവെ ദിക്ർ ചെയ്തതുകൊണ്ട് ഹൃദയം സമാധാനമടഞ്ഞ ആളുകൾ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു പറയുന്നുണ്ട്, അലാ അറിയണേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവെ ദിക്ർ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. ഇത് അല്ലാഹു പറയുമ്പോ പിന്നെ അല്ലാത്ത ആളുകൾക്ക് സമാധാനം ഉണ്ടാവുമോ? നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പുറമെ ചിരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? പുറമെ നല്ല സമ്പത്ത് കോടികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. ഉള്ളിൽ സമാധാനം ഉണ്ടാവില്ല. ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെട്ടു? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, നിസ്കാരം, നോമ്പ്, എല്ലാ കാര്യങ്ങളും ദിക്റുല്ലാഹയാണ്. അത് ചെയ്യുന്നതിലൂടെ മാത്രമേ എന്ത് കിട്ടൂ? നോക്കി, സലഫുകളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരു, നന്നായി നമ്മൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ, നമുക്ക് സമാധാനം ഉണ്ടാവും. ഇനി നമ്മൾ സ്വന്തം അങ്ങനെ ആലോചിച്ച് നോക്കിയായി, സമാധാനല്ലേ? ആകെ ടെൻഷനാണോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്യുന്നുണ്ടാവും, അല്ലെ ഇബാദത്തിൽ കുറവുണ്ടാവും. നമ്മുടെ ഈമാന്റെ കുറവനുസരിച്ചാ, ഈമാന്റെ പവർ അനുസരിച്ച് അവൻ അത്രക്കും സമാധാനമുള്ളവനായിരിക്കും. ഈമാൻ ഇങ്ങനെ കുറയുന്നതനുസരിച്ച് അതിൻ്റെതായ കുറവുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സഹാബാക്കൾ, താബിഈങ്ങൾ, ഇവരൊക്കെ ജീവിതത്തിൽ നല്ല അവർക്കൊരു പ്രയാസങ്ങൾ, ദുനിയാവിന്റെ എന്ത് പ്രയാസങ്ങൾ അവർക്ക് വിഷയമല്ല. ദുനിയാവിന്റെ പ്രയാസങ്ങൾ അവർക്കൊരു വിഷയമല്ല. എന്തുകൊണ്ടാ? ഈമാന്റെ പവറാണ്. എന്താണ്? ഈമാന്റെ പവറാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്നെന്താണ്? സആദത്ത് അല്ലാഹുവിന്റെ കരങ്ങളിലൂടെ ലഭിക്കൂ. രണ്ട്, സആദത്ത് എവിടെ കിട്ടണം? ഖൽബിലാ കിട്ടേണ്ടത്. കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ദിക്റുല്ലാഹ്, ഇബാദത്തുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത അനുഗ്രഹം അല്ലാഹു എടുത്തു പറയാണ്. എന്താ? അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക്. എന്താർത്ഥം? അല്ലദീ അൻഖദ ളഹ്റക്. എന്താർത്ഥം? വവദഅന നബിയെ, വവദഅന അൻക വിസ്റക്, താങ്കളുടെ പാപങ്ങളൊക്കെ അല്ലാഹു ഇറക്കി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു. അതിന് ഈ പാപങ്ങൾ അല്ലാഹു പരിചയപ്പെടുത്തി എങ്ങനെ അറിയോ? അല്ലദീ അൻഖദ ളഹ്റക്. ഒരു പ്രയോഗം ഉണ്ട്, അല്ലദീ അൻഖദ ളഹ്റക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മുതുകിനെ ഞെരിച്ച് കളയുന്ന പാപം. അപ്പൊ ഈ മുതുകിന്റെ പ്രത്യേകത എന്താ? മുതുകിന് ഭാരം ഉണ്ടാവും എപ്പോഴാ? നമ്മൾ ലോഡ് എടുക്കുമ്പോ മുതുകിന് ഭാരം തോന്നുക. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിനോട്, ആ ഭാരത്തോട് ഉപമപ്പെടുത്തി അല്ലാഹു പാപത്തെ പറഞ്ഞത്. ശരിക്കും പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മുതുകിനെ ഞെരുക്കി കളയുന്ന, അഥവാ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയുന്ന സാധന പാപം എന്ന് പറഞ്ഞാൽ, ഹറാം എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ പാപങ്ങളെ എല്ലാം അല്ലാഹു പുറത്തു കൊടുത്തു. അത് അടുത്ത സൗഭാഗ്യത്തിന്റെ വലിയ ലക്ഷണമാണ്. അത് അല്ലാഹു നൽകിയ വലിയൊരു ഖൈറാണ്. മനസ്സിലാവുണ്ടോ? ആ ആയത്തിൽ നിന്ന് നമുക്ക് സൗഭാഗ്യം വേണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഷെയ്ഖ് പറയാണ്, അത്തഖ്ഫീഫു മിനൽ ഔസാരി വദ്ദുനൂബി വൽ ഖതായ വൽ ആസാം. എന്താ? തിന്മകൾ, പാപങ്ങളെ നമ്മൾ ലഘൂകരിക്കണം, ഇല്ലാതാക്കണം. എത്രത്തോളം പാപങ്ങൾ ഇല്ലാതായോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യവും സമാധാനവും റാഹത്തൊക്കെ ഉണ്ടാവും. സമാധാനം ഉണ്ടാവണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമില്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ മതി, ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും റബ്ബിനോട് നമ്മൾ എത്രത്തോളം ഹറാമുകൾ നിന്നൊക്കെ വിട്ട് നിന്നുകൊണ്ട് റബ്ബിനോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ടോ യാതൊരു സംശയവുമില്ല, അവൻ സൗഭാഗ്യത്തോടും സമാധാനത്തോടും ഇണക്കത്തോടും ഒക്കെ അത്രത്തോളം അവൻ അടുത്തവനായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൗഭാഗ്യം, സമാധാനം, റാഹത്ത് വേണോ? എന്ത് ചെയ്യണം? ഹറാമുകളെ ഇല്ലാതാക്കണം. എങ്ങനെ മനസ്സിലായി? അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളാ. എന്താ? പാപങ്ങളെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുന്ദരമായ, സൗഭാഗ്യമായ, റാഹത്തോടു കൂടി, മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ദുനിയാവിൽ സാധ്യമായി. പിന്നെ അതിൽ കിട്ടുന്ന അടുത്ത നാലാമത്തെ അസിൽ എന്ന് പറഞ്ഞ
തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത അനുഗ്രഹം പറയാ. ഏതാ? അല്ലദീ അൻഖദ ദഹ്റക വറഫഅനാ ലക ദിക്റക. എന്താ അർത്ഥം? നബിയെ, താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ വലിയൊരു ഖൈറാണ്. അതെന്താ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഒരു ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുച്ചരിക്കാത്ത ഒരു ദിവസം കടന്നു പോകുക മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇല്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നവൻ മുതൽ ഷഹാദത്ത് കലിമ പറയുന്നവൻ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ നാമത്തോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ഉച്ചരിക്കാൻ, ബാങ്ക് കൊടുക്കുന്നവൻ, ഇഖാമത്ത് കൊടുക്കുന്നവൻ, നിസ്കരിക്കുന്നവൻ, ഇവരെല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അല്ലാഹു നൽകിയ വലിയൊരു ഖൈറാൻ. അതിൽ നമുക്ക് കിട്ടേണ്ട പാഠം എന്താ? ജീവിതത്തിൽ നല്ലൊരു സൗഭാഗ്യത്തിന് നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദിക്റുൽ ഹസനു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഒരു നല്ല കീർത്തി ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ അതിന്റെ ഗുണം എന്നറിയോ? അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക? നല്ല തൗഹീദുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്യുന്ന, സൃഷ്ടികൾക്കും ഇഹ്സാൻ ചെയ്ത് അവർക്ക് ഖൈറ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കീർത്തി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഖൈറാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ്? നല്ല കീർത്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ടാൽ നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയുകയും ആ ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ല കീർത്തി പറയുന്നതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, ധാരാളം നിങ്ങൾക്ക് ദുആ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് വലിയൊരു സൗഭാഗ്യ. നേരെ മറിച്ച് താന്തോന്നിയായി ജീവിച്ചു, ആളുകൾക്ക് ഷർറായി ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചുപോയ ആളുകൾ എന്താ പറയാ? ഓ, ആ ചെങ്ങായി അവന്റെ ഇടങ്ങേറൊന്നും ഒഴിവായല്ലോ, രക്ഷപ്പെട്ടു എന്നറിയും. ഉണ്ടാ? നേരെ മറിച്ച് നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം ധാരാളം ഖൈറുകൾ ചെയ്തു, കിതാബ് രചിച്ചോ, എത്ര ഉലമാക്കൾ ധാരാളക്കണക്കിന് കിതാബ് രചിച്ചു, അവർക്ക് എന്തോ ധാരാളക്കണക്കിന് കൂലി കിട്ടിക്കൊണ്ടിരിക്കുക. ആ കിതാബുകൾ വായിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആളുകളിൽ നിന്ന് ദുആ കിട്ടുകയാണ്. വലിയ ഖൈറല്ലേ? ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ അമാനിയോലെ തഫ്സീർ, ആ തഫ്സീർ റഹ്മഹുല്ലാ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫായിദകൾ അതിലുണ്ട്, വലിയ ഉപകാരം അതിലുണ്ട്. അപ്പൊ അത് വായിക്കുന്ന കാലത്തോളം അമാനി മൗലവിക്ക് റഹ്മഹുല്ലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമാനി മൗലവിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും. അതെന്റെ നല്ല കീർത്തി ആളുകൾക്കിടയിൽ ഉണ്ടാക്കി വെക്കണം. അതുകൊണ്ടാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ദുആ ചെയ്തത്. സൂറത്തു ശുആറയിലെ 84-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താ? വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ആണ്. എന്താ? അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന തലമുറകളിൽ ഒരു നല്ല സൽകീർത്തി, എന്നെ കുറിച്ച് ഒരു നല്ല സൽകീർത്തി അല്ലാഹു എന്നെ ഉണ്ടാക്കി തീർക്കണേന്നാ. അത് റബ്ബ് കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് പരാമർശിക്കാതെ ഒരു ദിനം കടന്നു പോവോ? നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സലാത്തിൽ, അല്ലേ? ഇങ്ങനെ അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അപ്പോ നാലാമത് നമ്മൾ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു സൽകീർത്തി, മരിച്ചു പോയാലും എന്നെക്കുറിച്ച് ജനങ്ങൾ ഓർക്കുകയും എനിക്ക് വേണ്ടി ജനങ്ങൾ ദുആ ചെയ്യാൻ കാരണമാകുന്ന രീതിയിൽ ഖൈറുകൾ ചെയ്ത് മരിച്ചു പോകുന്ന ഒരാളായി തീരാൻ നമുക്ക് സാധിക്കണം. അത് എഴുത്തിലൂടെ ആയാലും ശരി, ഖൈറുകൾ പറഞ്ഞു കൊടുത്താലും ശരി. ഇനി സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവനെ സഹായിച്ച് ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അങ്ങനെ ധാരാളം ചെലവഴിച്ചവനുണ്ടാവാം. അവൻ മരിച്ചു പോയാലും ആളുകൾ അവനെ കുറിച്ച് ഓർക്കും, അവന് വേണ്ടി ദുആ ചെയ്യും. അത് വലിയൊരു സൗഭാഗ്യമാണ്. നാലാമത്തെ സൗഭാഗ്യമാണ്. അത് എവിടുന്ന് കിട്ടി? വറഫഅനാ ലക ദിക്റക. ഇനി അടുത്തത് അഞ്ചാമത്തത് ഖുർആൻ. അതായത് അറബി പഠിക്കുമ്പോഴാണ് നമുക്ക് ഖുർആന്റെ ഓരോ പ്രയോഗത്തിന്റെയും ആ ഫലം ശരിക്കും മനസ്സിലാവും. അന്ന് രണ്ടു വട്ടം പറയണേ. എന്താ അർത്ഥം? അല്ലാഹ് പറയാ എന്താ അർത്ഥം? തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. വീണ്ടും അല്ലാഹ് പറഞ്ഞു ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇതിൽ കുറെ പ്രത്യേകതകളുണ്ട്. ഇത് പൊതുവെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ എങ്ങനെ പറയും? തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, ഇങ്ങനെ വെച്ച് പോവാ. പക്ഷെ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫായിദകള്, ഗുണങ്ങള്, അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടിയ ഈ ഒരു ആയത്ത് പഠിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവൻ ഒരിക്കലും ഒരു ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് പോവില്ല. അല്ലെ ഡിപ്രഷൻ, വിഷാദ രോഗം എന്നൊക്കെ പല പ്രശ്നങ്ങൾ ആളുകൾക്ക് ഈ ഒറ്റ ആയത്ത് മതി ശരിക്കും.
അതുകൊണ്ട് ഈ ഒരു കവി പറഞ്ഞത്, ഇദാ ദാഖത് ബിക ദുനിയാ ഫഫക്കിർ അലം നശ്റഹ് ലക സദ്റക്. നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഏത് നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഫഫക്കിർ ഫി അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് ഇങ്ങ് ശരിക്കും ചിന്തിച്ചോ. ഫഉസ്റും ബൈന യുസ്റൈനി മതാ തദ്കുർഹുമാ തഫ്റഹ്. അതിലെന്താണെന്നറിയോ? ഒരു പ്രയാസം രണ്ടെളുപ്പത്തിനിടയിലാണ്. ആ രണ്ടെളുപ്പത്തെ നീ എപ്പോഴും നീ ഓർക്കുന്നുവോ തഫ്റഹ്, നീ സന്തോഷിക്കും, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെ നമ്മൾ പറഞ്ഞ ആയത്ത് ശരിക്കും പഠിക്കണം. നമ്മൾ അറബി പഠിക്കുമ്പോൾ കൂടുതൽ ഗുണം ഉണ്ടാവുക. ഇതിൽ അള്ളാഹ് പറഞ്ഞ ഈ അർത്ഥം എങ്ങനെയാണെന്ന് അറിയോ നിങ്ങള്? ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. ആദ്യം പ്രയാസം പറഞ്ഞപ്പോ അള്ളാഹു അല്ലിട്ടാ പറഞ്ഞേ. അറബി ഇവിടെ അറബി പഠിക്കുന്നത് അറബി പഠിക്കേണ്ടത് നോക്കട്ടെ. അറബി പഠിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാ. നിങ്ങൾ എവിടെ എത്തി? ഏതാ പഠിക്കുന്നത്? എത്ര പാളിയായി? അൽഹംദുലില്ലാ, വെറുപ്പാകട്ടെ. പിന്നെ ആരും പഠിക്കില്ല? ഇല്ലല്ല, അത് പഠിക്കണം. അവളെ ഭാഷ അത് അത്യാവശ്യമാണ്. അത് നമ്മൾ നല്ല ശരിക്കും നമ്മളെ ദുബായിലാണ് നമുക്ക് ദൗറൊക്കെ ആയപ്പോൾ ആണ് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നമ്മൾ ശരിക്കും മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാവർക്കും അറബി പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. കാരണം അത് പഠിക്കുമ്പോഴല്ലേ അവർക്ക് ദീനെ ശരിക്കും പഠിക്കാൻ പറ്റുക. ഇത് നമ്മൾ തന്നെ പഠിക്കാത്ത അവസ്ഥയായി പോകുന്നുണ്ട്. പൊതുവെ നമ്മൾ പല സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്യും, തുടക്കത്തിൽ ആളുകളാവും ക്ഷമല്ല. നമ്മൾ ഇൽമ പഠിക്കണമെങ്കിൽ ക്ഷമ വേണം. നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ പെട്ടെന്ന് വാരി മുണുങ്ങാന്ന് പറഞ്ഞാൽ അതാണ്. ക്ഷമ ഉള്ളവരെ ഇരുന്ന് പഠിക്കണം. നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ പഠിച്ചു വരിക. ഇതെന്താ വെച്ചാൽ ആളുകൾ നമ്മൾ തുടങ്ങും, ഫസ്റ്റ് എല്ലാവരും വരും ദുറൂസുല, ആദ്യമൊക്കെ ഹാദാ ഹാദിഹി ഇങ്ങനെ പിന്നെ അങ്ങനെ കൊഴിഞ്ഞു. അത് പലയിടത്തും ഉണ്ടായത് അങ്ങനെ അല്ല. അത് നമ്മൾ ഒഴിവാക്കണം. ഇത് ശൈത്താൻ്റെ ഒരു പണിയാണ്. ഇൽമ പഠിക്കാൻ നമ്മളായിട്ട് മുന്നിട്ട് ഇറങ്ങിയ സഹലല്ലാഹു ലഹു. ഇൽമിന്റെ വിഷയത്തിൽ നമ്മൾ ഇറങ്ങിയ അള്ളാഹ് സ്വർഗത്തിലേക്ക് വഴി എളുപ്പാക്കി തരുന്ന നീയത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ ഇറങ്ങിയ അതിന് പ്രായമൊന്നും തടസ്സമല്ല. ഇവിടെ ഇപ്പോൾ കാണുന്നിടത്തുള്ള ആരും പ്രായമുള്ള ആളെ നമുക്ക് തോന്നുന്നില്ല, എല്ലാവരും അൽഹംദുലില്ലാ. അപ്പോ ഇനി പ്രായമുള്ളവരായാലും ശരി, അത് ഇൽമ പഠിക്കുന്നതിൽ തടസ്സം ഉണ്ടാവും ഇല്ല. അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് അങ്ങക്ക് ഖൈറുണ്ടാവും. അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ബാക്കിയുള്ള ഇൽമ പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബാക്കിയുള്ള ഇൽമ പഠിക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ക്ഷമ ഉണ്ടോ ഒക്കെ നടക്കും. ക്ഷമ വേണം. അത് ഈ ഇൽമ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളിങ്ങനെ അങ്ങനെ കേട്ട് പോക്കെ ഉണ്ടാവും. അപ്പൊ അത് പഠിച്ചാൽ ഗുണം കാര്യങ്ങൾ. ഇപ്പോ ഇവിടെ ഇപ്പോ ഇന്ന മഅൽ പ്രയാസം പറഞ്ഞപ്പോ അള്ളാഹു അല്ലിട്ടാ പറഞ്ഞാൽ മാരിഫ എന്ന് പറയും. അല്ലിട്ട് പറഞ്ഞാൽ അറബിയിൽ എന്താ? ഒരു മാരിഫ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എ പെൻ ദ പെൻ രണ്ട് വ്യത്യാസമല്ലേ? എ പെൻ എന്ന് പറഞ്ഞാൽ എന്താ? എ പെൻ എന്ന് പറഞ്ഞാൽ അതല്ല. എ പെൻ എന്ന് പറയുമ്പോ ഏതോ ഒരു പേന അതെ, അതാണ് മാരിഫ നെക്കറ എന്ന് അറിയും. എ പെൻ എന്ന് പറയുന്നത് നെക്കറ എന്ന് അറബി പറയും. ഒരു സാമാന്യ ഉപയോഗമാണ്. അൽ കലമുൻ അതിന്റെ അർത്ഥമാണ് എ പെൻ. അത് സാമാന്യ രൂപം ഏത് പേനയാവാം. അൽ കലമു എന്ന് പറയുമ്പോ ദ പെൻ, ഒരു നിർദ്ദിഷ്ട നാമാണ്. എന്താ ഇവിടെ പ്രയാസം അല്ല പറഞ്ഞപ്പോ അൽ ഉസ്റിട്ടാ പറഞ്ഞേ, അല്ലിട്ടിട്ട്. പക്ഷെ എളുപ്പം പറഞ്ഞപ്പോ അല്ല എങ്ങനെയാ പറഞ്ഞത്? യുസ്ര അല്ലിട്ടിട്ടാ പറഞ്ഞേ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ അറിയാം? ശരിക്ക് ആദ്യം പറഞ്ഞ ആയത്തിലുള്ള എളുപ്പമല്ല രണ്ടാമത്തെ ആയത്തില്. ആദ്യം പറഞ്ഞ ആയത്തിലുള്ള എളുപ്പമല്ല, വേറൊരു എളുപ്പമുണ്ട് എന്ന് അള്ളാഹ് പറയുന്നേ. നോക്കി നിങ്ങള്, ഇതൊക്കെ പഠിക്കുന്നവൻ എത്ര ഖൈറുണ്ടാവും. അപ്പൊ ആയത്തിന്റെ അർത്ഥം എങ്ങനെ വരിക? നേരെ മറിച്ച് പ്രയാസം ഒന്ന് തന്നെ. രണ്ടായത്തിലും പറഞ്ഞ പ്രയാസം ഒന്നാ. അൽ ഉസ്ര എന്ന എല്ലാ പ്രയാസവും പെട്ടു, അതൊന്നു തന്നെ. അർത്ഥം എങ്ങനെ ശരിക്കും വരിക? ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും നേരത്തെ പറഞ്ഞ ആ പ്രയാസത്തോടൊപ്പം മറ്റൊരു എളുപ്പമുണ്ട്. മനസ്സിലായെങ്കിൽ ഒരേ എളുപ്പമല്ല. ഓക്കെ, അള്ളാഹ് പറയാം രണ്ട് എളുപ്പമുണ്ട്. ഒരു പ്രയാസങ്ങൾക്ക് അള്ളാഹ് സൃഷ്ടിച്ചോ, അതിന്റെ കൂടെ രണ്ട് എളുപ്പമുണ്ട് ചിന്തിച്ചാ അവനൊരിക്കലും ടെൻഷൻ അടിക്കൂല. അതാണ് അഞ്ചാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഖീനുൽ ഇൻസാനിൽ അല്ലദി ലാ ശക്ക ഫി, ഒരു സംശയവുമില്ലാതെ ദൃഢമായി നമ്മൾ അഞ്ചാമതായി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താ? അന്നല്ലാഹു അസ്സ വജല്ല മാ ഖലഖ ഉസ്റൻ ഇല്ലാ വഖലഖ ലഹു യുസ്റ. അല്ലാഹ് നിങ്ങൾക്കൊരു പ്രയാസം സംവിധാനം സൃഷ്ടിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ അല്ലാഹ് എളുപ്പവും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തുണ്ട്? അത് നമ്മൾ ബോധ്യം ഉണ്ടാവണം. അതെങ്ങനെ മനസ്സിലായി? ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, എന്താ? തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് പറഞ്ഞ. ഇത് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ശൈഖ് പറയുന്നുണ്ട് അവിടെ എന്താ, ഏത് പ്രശ്നമായാലും ശരി ഒക്കെ അവന് തരണം ചെയ്യാൻ കഴിയും. എന്ത് മുഷ്കിലായാലും ശരി അതിനെല്ലാം അവനൊരു പരിഹാരം ഉണ്ടാവും. ഇതറിയണം. അല്ലെങ്കിലോ ഇനി ഒരു രക്ഷയില്ല, ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ലാതെ മാപ്പിളാർ പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി ഈ മുസ്ലിമീങ്ങളെ പഠിക്കാത്തത് കൊണ്ടാ. 5 അതിട്ടോ. 6ാമത് ഇതിൽ നിന്ന് കിട്ടുന്ന ആയത്ത് എന്താ പറഞ്ഞാൽ, അതായത്
ഈ പ്രയാസം എപ്പോ ഇറങ്ങുന്നോ പ്രയാസത്തോടൊപ്പം തന്നെ ആ നിമിഷത്തിൽ തന്നെ അള്ളാഹ് എന്ത് ചെയ്തിട്ട് എളുപ്പവും സംവിധാനിച്ചിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? അള്ളാഹ് പറഞ്ഞു ഫഇന്ന മഅൽ എന്നാ പറഞ്ഞു. മഅൽ എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ എന്നാ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാ. അപ്പൊ പ്രയാസം അള്ളാഹ് സംവിധാനിച്ചിട്ടുണ്ടോ? അതോടൊപ്പം എളുപ്പം തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയണം. അത് ആറാമത്തെ അസ്ലി. അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹ് ഒരു പ്രയാസത്തോടൊപ്പം റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എളുപ്പം സംവിധാനിച്ചിട്ടുണ്ട്. ആറാമത്തേത് പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും? എളുപ്പം അള്ളാഹ് സംവിധാനിച്ചിട്ടുണ്ട്. പിന്നെ ഏഴാമത്തേത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്താ? അള്ളാഹ് ഒരു പ്രയാസം നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ രണ്ടെളുപ്പുണ്ട്. എത്ര? രണ്ടെളുപ്പുണ്ട്. അതുകൊണ്ടാണ് തഫ്സീറുകളിലൊക്കെ കാണാൻ പറ്റും, മുഫസ്സിറുകൾ എടുത്തു കൊടുത്തത് കാണാം, ലാ യഗ്ലിബു ഉസ്റുൻ യുസ്റൈന, ഒരു പ്രയാസം രണ്ടെളുപ്പത്തെ അതിജയിക്കുകയില്ല. അതൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് പിന്നെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയും. എന്ത് ടെൻഷൻ ഇത് ഇപ്പന്താ ആളുകൾക്ക് എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു 5 ദിവസം കയ്യിലുണ്ടായ അപ്പ ടെൻഷൻ അടിച്ചു. ഒരു ദിവസേ 2-3 ദിവസം, ഒരു ദിവസം പൈസ കയ്യിലില്ല, ഒരു ദിവസം പൈസ കയ്യിലില്ലാണ്ടായ അപ്പ ടെൻഷനായി, കുട്ടിക്കല്ലോന്നായി. അങ്ങനെ അതെന്തുകൊണ്ടാ? ദീനി കുറവാ, ഈമാന്റെ കുറവാ, പഠിക്കാത്തത് കൊണ്ടാ. എന്നും ഒരാളെ പൈസ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ചിലപ്പോ പല നിലക്കും സന്താനങ്ങൾ മരിച്ചോവാ. പല ഏറ്റവും വലിയ അമ്പിയാക്കന്മാർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം ഉണ്ടാവും. അതൊക്കെ അവർ തരണം ചെയ്തു. നിങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നപ്പോ ആദ്യ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. വലിയ ഇതൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടായില്ലേ? പക്ഷെ അള്ളാഹു റസൂൽ എന്തുണ്ടായിട്ടുണ്ട്? ഓക്കെ, മരിക്കുമ്പോ എന്തായിരുന്നു സ്ഥിതി? വലിയ വലിയ ധിക്കാരികളായി പീഡിപ്പിച്ച ആ കുഫാറുകളൊക്കെ അവസാന കാലഘട്ടമായപ്പോ എന്താ? ഇസ്ലാമിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളായി. മക്ക വിജയത്തോടു കൂടി റബ്ബ് കൊടുത്ത അനുഗ്രഹങ്ങളാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവി പറഞ്ഞത്, ഇദാ ദാഖത് ബിക ദുനിയ ഫഫക്കിർ ഫി അലം നശ്റഹ് ഫഉസ്റും ബൈന യുസ്റൈനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രയാസം രണ്ടെളുപ്പത്തിന്റെ ഇടയിലാ. അത് ശരിക്കും ചിന്തിച്ചാൽ അവന് രണ്ടെളുപ്പം ഉണ്ടാവും. അതുകൊണ്ട് ഒരു പ്രയാസം രണ്ടെളുപ്പത്തെ അതിജയിക്കൂല. അതുകൊണ്ട് ഈ എന്റെ എന്ത് പ്രയാസം ഇറങ്ങിയാലും എന്റെ റബ്ബ് എന്തോ ഒരു എളുപ്പയ്ക്ക് സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ഖൈറുണ്ടാവും, അവനൊരു കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? ഏത് പ്രയാസങ്ങളെയും അവന് തരണം ചെയ്യാൻ കഴിയും. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശറഹിൽ പിന്നെ പറഞ്ഞു ഫഇദാ ഫറഗ്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താ? ഫഇദാ ഫറഗ്ത ഫൻസബ്. ഇതർത്ഥോ നബിയെ താങ്കൾ 24 മണിക്കൂറും ദീനിന് എന്നെ വേണ്ടി കുത്തിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദുനിയാവിൽ ജീവിക്കണ്ടേ? ജീവിക്കാൻ എന്ന് കരുതി 24 മണിക്കൂർ വെറും പരലോകം പറഞ്ഞുള്ള ദുനിയാവാനും പാടില്ല. ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് അത്യാവശ്യത്തിന് വേണം. മനസ്സിലായേ? അപ്പൊ അത് കഴിഞ്ഞാൽ ഒഴിവ് സമയത്ത് നീ എന്ത് ചെയ്യണോ? അധ്വാനിക്കണം. ദുനിയാവിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്തോ? ഇബാദത്തിൽ മുഴുകിക്കോ. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ? ഒഴിവ് സമയം സൗഭാഗ്യത്തിന്റെ വലിയൊരു അടിസ്ഥാനമാണ്. ഒഴിവ് സമയം ആ ഖൈറിൽ അള്ളാഹുവിന് നാളെ പരലോകത്തേക്ക് മുതൽ കൂട്ടാവുന്ന രീതിയിൽ അമലുകൾ ചെയ്ത്. ഇപ്പൊ നോക്കി, ഇനി നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ഞാനും ആദ്യം എന്നോടും പിന്നെ ഞങ്ങളോട് പറയാൻ, അപ്പൊ ചിലപ്പോൾ മറന്നോണ്ട് ശൈത്താന്റെ പണിയാ. നമ്മളിനി ഏത് ജോലി ചെയ്യുമ്പോൾ ഇടയിൽ സുബ്ഹാനല്ലാഹ് അറിയാൻ വല്ല പ്രശ്നമുണ്ടോ? എത്ര കൂലിയുള്ള കാര്യ, അൽഹംദുലില്ലാഹ് പറയാൻ കുറേ പ്രശ്നമുണ്ടോ? പക്ഷെ നമ്മളെ മറപ്പിച്ചളിയുന്ന ആരാ? ശൈത്താനാണ്. നമ്മളെ കുറവാ. ഒരു ദിവസം പോലും സുബ്ഹാനല്ലാഹ് പറയാത്ത എത്ര ആളുകൾ ഉണ്ടാവും? എത്ര മുസ്ലിങ്ങളുണ്ട് നിസ്കരിക്കാത്തവരുണ്ടാവും. നിസ്കരിച്ചാൽ പള്ളിയിൽ വരും, ഇങ്ങനെ കുമ്പിട്ടൊരു മറിഞ്ഞൊരു പോക്കും ദ്വാ ദിക്റുമില്ല എത്ര ആളുകളുണ്ട്. അല്ലാഹു അക്ബർ. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഈ ഖൈർ ഇങ്ങനെ ജീവിക്കാനേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാ. ഈ ഒരു ഖൈറായ അവസ്ഥയിൽ ഇത്രയും ഫിത്നകളും ഹറാമുകളും തോന്നിവാസങ്ങളൊക്കെ ആളുകൾ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പഠിക്കാനും ചിന്തിക്കാനും ഇങ്ങനെ നടക്കാനുള്ള ഒരു തൗഫീഖ് റബ്ബ് എനിക്ക് നൽകുമ്പോൾ നമ്മൾ എപ്പോഴും അത് അല്ലാഹു ശുക്ർ ചെയ്യണം. അത് മരണം വരെ നിലനിർത്താൻ നമുക്ക് കഴിയണം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് കൊണ്ടാണ് ഒഴിവ് സമയം ഖൈറിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പലപ്പോഴും ഞാനടക്കം നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് ആ വിഷയത്തിൽ പലരും പരാജിതരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. രണ്ടനുഗ്രഹങ്ങൾ, അതിൽ അധികർച്ച ജനങ്ങളും വഞ്ചിതരാക്കപ്പെട്ടു. അതാ അസ്സിഹ ആരോഗ്യം, വൽ ഫറാഹ് ഒഴിവ് സമയമാണ്. അത് നിങ്ങൾ നോക്കി, ഇന്നിപ്പോ നമ്മളെ പലർക്കും അനുഭവം ഉണ്ടാവും. ഒരു 10, 15, 20 വയസ്സാകുമ്പോൾ തന്നെ ഇങ്ങനെ
താടിയൊക്കെ വളർത്തി ഇങ്ങനെ നീണ്ട ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാലേ അങ്ങനെ വീട്ടിൽ നിന്ന് പറയും, ആളുകൾ പറയും ഇപ്പോഴേ ഇങ്ങനെ ഈ ചെറുപ്രായത്തില് താടിയും വെച്ച് വാഴയിട്ട് അങ്ങനെ ചെറിയ ഡ്രസ്സും ഇട്ട് ഇങ്ങനെ നടന്നങ്ങി എന്ന് പറഞ്ഞ വിവരമെല്ലാം കൊണ്ട് സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ പറയും ഒരു 10-40 വയസ്സൊക്കെ ആയിട്ട് മതി വരെ എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് യുവാക്കളുടെ സ്ഥിതി എന്താ? അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ കഴിയപ്പോഴാ? ഈ അമ്മക്ക് ആരോഗ്യമുള്ളപ്പോഴാ. പ്രായം ചെയ്യുന്നിട്ട് നന്നാവാ പലപ്പോഴും നമ്മളങ്ങനെ കൂട്ടുകാരന്മാരും പലരും പറയും വിവരമില്ലായ്മ കൊണ്ടാ. നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് എത്ര 10, 25, 29 നമ്മൾ അറ്റാക്കായിട്ട് എത്രയോ എണ്ണം പോകുന്നുണ്ട്, നമുക്കറിയില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾക്ക് നമ്മൾ ചെയ്യണം. അല്ലാതെ വയസ്സായിട്ട് നന്നാവുക എന്ന ശൈത്താന്റെ ചിന്താണ്. അതേപോലെ ഒഴിവ് സമയം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒഴിവ് സമയങ്ങൾ നമ്മൾ പരമാവധി ഹൈറായ നിലക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ അത് സൗഭാഗ്യത്തിന്റെ വലിയൊരു നേട്ടമാണ്. നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ വലിയൊരു ഹൈറാണ്. അതുകൊണ്ട് ഇവിടെ കസീറും മിനന്നാസ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അധിക ആളുകളും ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു, ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 8ാമത്തെ സൗഭാഗ്യത്തിന്റെ അസൽ എന്താണ്? ഒഴിവ് സമയം ഖൈറിൽ ഉപയോഗപ്പെടുത്തുക. 9ാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫഇദാ ഫറഗ്ത ഫൻസബ് എന്ന ആയത്തിൽ തന്നെ നമുക്ക് കിട്ടും എന്താ? ഒഴിവ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്താ പറഞ്ഞത്? ഇബാദത്ത് ചെയ്യണം. എന്താ ഇബാദത്തുകൾ? അൽ ഇബാദത്തു സബബും മിൻ അസ്ബാബിസ് സആദ, സൗഭാഗ്യത്തിന്റെ കാരണങ്ങളിൽ പെട്ടതാണ് എന്ത്? ഇബാദത്ത് ചെയ്യാൻ. നിങ്ങൾ നോക്കി, അതിന് ഏറ്റവും വലിയ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹിജ്റിലെ 97ാമത്തെ ആയത്തിലെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ എന്താ പറയുക? നീ കള്ളനാണ്, നീ മാരണക്കാരനാണ്, നീ വ്യാജനാണ്, ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുറൈശികൾ പറഞ്ഞപ്പോ അല്ലാഹ് പറയാ വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പലതും പറയുന്നത് സാഹിർ, കള്ളന്, വ്യാജൻ ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് നബിയെ താങ്കളുടെ ഹൃദയം ഇടുങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയൊരു തോന്നും. പക്ഷെ അതിന്റെ നോക്കേ, അഥവാ ഹൃദയത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോ മരുന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇത് കോടികൾ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനം ഒന്നല്ല. അതിന്റെ മരുന്നായിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന എന്താ നിങ്ങള്? ഫസബ്ബിഹ്, അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. എന്താ അള്ളാഹ് മരുന്നായി പറഞ്ഞു കൊടുത്ത്? ആ ഒരു പ്രയാസം എനിക്ക് തോന്നാതിരിക്കാൻ, ഹൃദയം ഒന്നുകൂടി ഒരു സുഖം കിട്ടാൻ നിന്റെ റബ്ബിനെ ഹംദ് ചെയ്യുന്നതോട് കൂടെ ഇങ്ങനെ തസ്ബീഹ് ചെയ്യും. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് പറയുന്ന അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന മരുന്ന്. അല്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങാനാ അല്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വകുൻ മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്ന ആളുകളിൽ പെട്ടവനാവണം, നിസ്കരിക്കണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഖുറാഫികള് സൂഫികള് പറയല്ലേ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓലെ മറ്റേ ഔലിയാക്കന്മാർക്ക് എന്ത് തോന്നിയാസം ചെയ്യാ, നിസ്കരിക്കണ്ട, നോമ്പോൽക്കണ്ട, എന്താ ഒരു പറയാ? യഖീനെത്തി. ഇനി എന്താണ്? ഓര് തോന്നിയ പോലെ ജീവിക്കാൻ. സുബ്ഹാനല്ലാഹ്. യഖീൻ എന്ന് പറഞ്ഞാൽ മരണം അവിടെ ഉദ്ദേശം. മരിക്കുന്നത് വരെ വളരെ സിമ്പിൾ ആയിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഏറ്റവും വലിയ ഔലിയാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൽ മുഴുകിയാളാ. മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേലും പറഞ്ഞു? ഞാൻ ഒക്കെ റെഡിയായി, ഇനി ഞാൻ നിസ്കരിക്കില്ല, നോമ്പുൽക്കൽ പറഞ്ഞിട്ടുണ്ടോ? എവിടുന്നാണ് അവൽക്കൊന്ന് തെളിവ് കിട്ടുന്നത്? വല്ലാത്ത കഷ്ടാ ശിർക്കിന്റെ ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് നോക്കി നിങ്ങള്, ഹൃദയത്തിന് കുടുസത ഉണ്ടാകുമ്പോ റബ്ബ് പറഞ്ഞു കൊടുക്കുന്ന ചികിത്സ എന്താ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇബാദത്തുകളാണ്. അപ്പൊ ഇബാദത്തുകൾ എന്നുള്ളത്, ഇബാദത്തുകൾ നമ്മുടെ സൗഭാഗ്യം ഉണ്ടാവാൻ. ഇപ്പൊ നിസ്കാരം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ എന്താ പറഞ്ഞത്? നിങ്ങൾ നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ ഗുണം എന്താ പറഞ്ഞത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛതകളിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ കുറവാണ്. മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും നിസ്കാരം നമ്മളെ തടയുന്ന വലിയൊരു എന്താണ്? മരുന്നാ നിസ്കാരം. പക്ഷെ എത്ര ആളുകൾ നിസ്കരിച്ചിട്ടും ഹറാം വയ്ക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? അതവന്റെ ഈ നിസ്കാരത്തിന്റെ കോലത്തിന്റെ കുറവാ. അള്ളാഹ് റസൂൽ പഠിപ്പിച്ചതുപോലെ ഷർത്തും അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചിന്തിച്ച് ഈ ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതാ ഈമാന്റെ പവറാ. അവനൊരിക്കലും തിന്മയിലേക്കൂല. അതങ്ങനെ ചിന്തിക്കാവൂ. അങ്ങനെയുള്ള ആളുകൾക്കാണ്. അല്ലാതെ നിസ്കരിച്ചിട്ട് പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് തോന്നിയാസിന് ഗുണമുണ്ടാവും. എന്നിട്ട് ചോദിക്കുക ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഇവനിങ്ങനെ തോന്നിയാസിന് പോകുന്നുണ്ടല്ലോ ചോദിച്ചാൽ എന്താ പറയാ? അങ്ങനെയുള്ള ആളല്ല. ഖുശൂഅോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല ഈമാനോടുകൂടി നിസ്കരിക്കുന്നവൻ അതിന്റെ ഫലം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലായില്ലേ? അതാണ് ഇബാദത്തുകൾ സൗഭാഗ്യം എന്നറിയാം.
ഈ ഇബാദത്തുകൾ സൗഭാഗ്യത്തിന്റെ കാരണം എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ഇഖ്ലാസിന്റെ ഈമാന്റെ പവർ അനുസരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം അള്ളാഹു നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ, നേരത്തെ നമ്മൾ പറഞ്ഞു, അത്രത്തോളം നമുക്ക് സമാധാനം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. 10ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വ ഇലാ റബ്ബിക ഫർഗബ്. എന്താർത്ഥം? നിന്റെ റബ്ബിങ്കലിലേക്ക്. അത് ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അതുകൊണ്ട് നിന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാവണം, വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല. അതിൽ നിന്ന് 10ാമത്തെ അടിസ്ഥാനം, സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലായി. ഏതാ? അൽ-ഇഖ്ലാസു ലില്ലാഹി അസ്സ വജല്ല വത്തവജ്ജുഹു ഇലൈഹി ഫി ജമീഇൽ അഖ്വാലി വൽ അഅമാൽ. എല്ലാ ദീനീ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അല്ലാഹുവിന്റെ വജ്ഹാൻ. അങ്ങനെയാണോ സൗഭാഗ്യം ഉണ്ടാവും. അതല്ല നാട്ടുകാരെ കാണിക്കാനാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ കുറെ നിസ്കരിക്കുന്നത്, അല്ല എങ്ങനെ എടുത്തു ചാട്ടം, അങ്ങനെ അതുകൊണ്ടൊരു ഫലവുമില്ല, അതുകൊണ്ടൊരു സമാധാനവും ഉണ്ടാവില്ല. സമാധാനം വേണോ? എന്ത് വേണോ? അപ്പൊ ഈ 10 കാര്യങ്ങളാണ് ഞാൻ ചുരുക്കി പറഞ്ഞതാ. 10 കാര്യം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം ഒക്കെ ആർക്ക് വേണ്ടിയാ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുർആന്റെ ആയത്താണ്, അത് ഞാൻ ദലീലായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ 3 മിനിറ്റ് നിസ്കാരത്തിന് സുബ്ഹാനല്ലാഹ് 10 ആയി. 10 മനസ്സിലായില്ലേ? അതിനനുസരിച്ച് 56 നിസ്കാരം, 45 ആയിട്ടാണ്. അപ്പൊ 10 നമുക്ക് ഒന്ന് ആരോപ്പോ കിട്ടുമോ? ഈ 10 ഇത്രയും കാലം നമ്മൾ ഈ സൂറത്ത് ഓതിനല്ലേ? ഇത്രയും കാര്യം നമ്മളൊക്കെ അറിയണ്ടായിനോ? ഇല്ല. ഈ ഫൈന മഅൽ ഉസ്രി യുസ്റ എന്ന് ചിന്തിക്കുമ്പോ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ ചിന്തിക്കണം. ഇത് കേട്ടുപോവല്ല. ഞാൻ ആദ്യം എന്നോടും പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, എന്ത് പ്രയാസം വരുമ്പോഴും ഈ സൂറത്ത് മനസ്സിലേക്ക് വന്നാൽ ഖൈറുണ്ടാവും. ഒന്നേതാ നമ്മൾ പറഞ്ഞത്? സഅദത്ത് അത് അല്ലാഹുവിന്റെ കരങ്ങളിലൂടെ ലഭിക്കും. പിന്നെ ഇത് കിട്ടേണ്ടത് ഹൃദയത്തിലാണ്. പിന്നെ സൗഭാഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 പാപങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പിന്നെ നല്ല കീർത്തി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അള്ളാഹ് ഒരു പ്രയാസം നമുക്ക് സംവിധാനിച്ചിട്ടുണ്ടോ അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? എളുപ്പം അള്ളാഹ് സംവിധാനിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണോ പ്രയാസം ഉണ്ടാവുക അതോടൊപ്പം തന്നെയാണ് അള്ളാഹു എളുപ്പം സംവിധാനിച്ചത്. ഒരു പ്രയാസം നമുക്കുണ്ടായോ അതോടൊപ്പം 2 എളുപ്പത്തെ റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? സംവിധാനിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒഴിവ് സമയം, സൗഭാഗ്യം നമുക്ക് ലഭിക്കാൻ ഒഴിവ് സമയം പരമാവധി എന്ത് ചെയ്യുക? ഖൈർ ഉപയോഗപ്പെടുത്തുക. പിന്നെ ഇബാദത്തുകൾ സൗഭാഗ്യത്തിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ ഇഖ്ലാസ് 10 ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ അൽഹംദുലില്ലാഹ് എന്ത് പ്രയാസങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.